നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പുതുക്കാട് മണ്ഡലത്തിന് സ്വപ്ന സാക്ഷാത്കാരം. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും. കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും ചിറ്റിശ്ശേരി ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലും നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലും കുംഭഭരണി മഹോത്സവങ്ങൾ ആഘോഷിച്ചു. മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സർക്കാരിന്റെ സ്വരാജ് ട്രോഫി മത്സരത്തിൽ ജില്ലയിൽ 2ാം സ്ഥാനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്. തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവം സമീപിക്കണമെന്ന് തൃശൂർ അതിരൂപത സർക്കുലർ. 18-ന് സമുദായ ജാഗ്രതാ ദിനമായി ആചരിക്കാനും ഇടവകകൾക്കായി പുറത്തിറക്കിയ സർക്കുലറിൽ. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കൊടകര കോടാലി റോഡിലേക്ക് വൃക്ഷത്തലപ്പുകൾ വളർന്നു നിൽക്കുന്നത് വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. വാർത്തകൾ വിശദമായി. പുതുക്കാട് മണ്ഡലത്തിന്റെ സ്വപ്ന പദ്ധതിയായ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം യാഥാർത്ഥ്യമാകുന്നു. അരനൂറ്റാണ്ടായി മണ്ഡലത്തിന്റെ പ്രധാന ആവശ്യമായിരുന്നു തോട്ടുമുഖം പദ്ധതി. വരന്തരപ്പള്ളി, അളകപ്പനഗർ, തൃക്കൂർ, പുതുക്കാട്, നെന്മണിക്കര പഞ്ചായത്തുകളിലെ കാർഷിക ജലസമൃദ്ധി ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. ഈ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം ഇല്ലാതാക്കുന്നതിനും കാർഷികോൽപാദനം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതി വിഭാവനം ചെയ്തത്. 18 കോടി രൂപ ചെലവഴിച്ചാണ് ഈ ബൃഹത് പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നത്. 5 പഞ്ചായത്തുകളിലെ 10,000-കണക്കിന് വരുന്ന സാധാരണക്കാരുടെ കാലങ്ങളായുള്ള ജീവിതാവശ്യമാണ് ഇതോടെ സാക്ഷാത്കരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തൃക്കൂർ, അളകപ്പനഗർ പഞ്ചായത്തുകൾക്കാണ് പദ്ധതി ഉപകാരപ്രദമാകുക. കൊടകര മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന കാലത്ത് MLA ആയിരുന്ന KP വിശ്വനാഥനാണ് തോട്ടുമുഖം പദ്ധതിക്ക് ഭരണാനുമതി വാങ്ങി നിർമ്മാണം ആരംഭിച്ചത്. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപമുള്ള കുറുമാലിപ്പുഴയിലെ തോട്ടുമുഖത്ത് പമ്പ് ഹൗസ് സ്ഥാപിച്ച് അവിടെ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം 700 mm പൈപ്പ് വഴി 2.5 കിലോമീറ്റർ ദൂരത്തുള്ള അളകപ്പനഗർ പഞ്ചായത്തിലെ വേപ്പൂരിലെത്തിച്ച് ഇറിഗേഷൻ കനാലിലൂടെ അളകപ്പനഗർ, തൃക്കൂർ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിലേക്ക് ജലവിതരണം നടത്തുകയായിരുന്നു പദ്ധതിയുടെ ആദ്യഘട്ടത്തിലെ ലക്ഷ്യം. പീച്ചിയിലെ ഇടതുകര കനാൽ വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്ന പ്രദേശത്തെ കർഷകർക്ക് കുറുമാലിപ്പുഴയിൽ നിന്നും ലഭ്യമാകുന്ന ജലം വലിയ ആശ്വാസമേകും. പീച്ചിയിൽ നിന്ന് യഥാസമയം കനാൽ വെള്ളം ലഭിക്കാതെ കൃഷി ഉണങ്ങുന്ന സംഭവങ്ങൾ ഇല്ലാതാക്കാനും തോട്ടുമുഖം പദ്ധതി കൊണ്ട് സാധ്യമാകും. ഇവയെല്ലാം മുൻപിൽ കണ്ട് KP വിശ്വനാഥൻ മുന്നിട്ടിറങ്ങിയാണ് പദ്ധതി ആരംഭിച്ചത്. നിർമ്മാണം ആരംഭിച്ച് അധികം താമസിയാതെ തന്നെ സാങ്കേതിക വിഷയങ്ങൾ ഉന്നയിച്ച് കരാറുകാരൻ പിൻവാങ്ങുന്ന അവസ്ഥയുണ്ടായി. 10 വർഷത്തോളം മുടങ്ങിക്കിടന്ന പദ്ധതി C. രവീന്ദ്രനാഥ് MLA ആയിരിക്കെ വീണ്ടും തുടങ്ങി. പിന്നെയും ഉണ്ടായ തടസ്സങ്ങൾ നീക്കി KK രാമചന്ദ്രൻ MLA നേതൃത്വത്തിലാണ് തീവ്ര ശ്രമം നടത്തി നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് 18 വർഷങ്ങൾക്ക് ശേഷം പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനത്തിന് ഒരുങ്ങുന്നത്. അനുമതി ലഭിച്ച് 2 ദശാബ്ദത്തോടടുക്കുന്ന തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഒട്ടേറെ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് 1ാം ഘട്ട പൂർത്തീകരണത്തിലെത്തിയത്. പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ പമ്പ് ഹൗസ് നിർമ്മാണങ്ങൾ, മോട്ടോറുകൾ സ്ഥാപിക്കൽ, പൈപ്പിടൽ, അക്വഡക്ട് നിർമ്മാണം, കോൺക്രീറ്റ് കനാൽ ലൈനിംഗ് തുടങ്ങിയവയും ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ പ്രവൃത്തികളും പൂർത്തീകരിച്ചു. നിർമ്മാണം പൂർത്തിയാക്കിയ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കുമെന്ന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ ചർച്ച് പാരിഷ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രിൻസൻ തയ്യാലക്കൽ, TS ബൈജു, KM ബാബുരാജ്, സുന്ദരി മോഹൻദാസ് എന്നിവരും സന്നിഹിതരായിരിക്കും. വരന്തരപ്പള്ളി, അളകപ്പനഗർ, തൃക്കൂർ, പുതുക്കാട്, നെന്മണിക്കര പഞ്ചായത്തുകളിലെ കാർഷിക ജലസമൃദ്ധി ലക്ഷ്യമിട്ടുള്ള പദ്ധതി പുതുക്കാട് മണ്ഡലത്തിന്റെ തന്നെ സ്വപ്ന പദ്ധതിയാണ്. വാർത്താ സമ്മേളനത്തിൽ വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, AE KR ആര്യ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു P വർഗീസ് എന്നിവരും പങ്കെടുത്തു. ഒട്ടനവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൺസെന്റ് ലെറ്റർ ഉണ്ടായിട്ട് പോലും
പ്രതിസന്ധികൾ തരണം ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട പുതുക്കാട് നിയോജക മണ്ഡലം MLA ശ്രീ കെ രാമചന്ദ്രൻ അവരുടെ നേതൃത്വത്തിൽ എല്ലാ ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥർ എല്ലാവരുടെ നേതൃത്വത്തിലും നല്ല ഇടപെടൽ മൂലം ഈ പദ്ധതി വെള്ളിയാഴ്ച ഉദ്ഘാടനത്തിനായി നാടിന് സമർപ്പിക്കുന്നതാണ്. വലിയൊരു ആഗ്രഹമാണ് നാളെ 12 മണിക്ക് സഫലീകരിക്കപ്പെടുന്നത്. നമ്മുടെ മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. കാലങ്ങളായി ആ പദ്ധതിയുടെ പുറകിൽ നിരന്തരമായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പുതിയതായി തെരഞ്ഞെടുത്ത് വന്ന ബഹുമാനപ്പെട്ട MLA ശ്രീ കെ രാമചന്ദ്രൻ നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. ജില്ലയിലെ 18 കാവുകളിൽ പ്രസിദ്ധമായ കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചു. ശ്രീഭൂതബലി, ശീവേലി എഴുന്നള്ളിപ്പ്, പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, കാഴ്ച ശീവേലി എന്നിവ നടന്നു. പഞ്ചാരി മേളത്തിന് പെരുവനം കുട്ടന്മാരാരും പഞ്ചവാദ്യത്തിന് കുന്നിശ്ശേരി അനിയന്മാരാരും പ്രമാണിത്വം വഹിച്ചു. പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. രാത്രി പ്രധാന ചടങ്ങായ നന്ദിക്കര മുല്ലയ്ക്കൽ പറയന്റെ പന്തൽ വരവും തുടർന്ന് വിവിധ സമുദായക്കാരുടെ വേലകളി വരവും ക്ഷേത്രത്തിലെത്തി. ക്ഷേത്ര ചടങ്ങുകൾക്കു ശേഷം കൊടകര ഉണ്ണിയും സംഘവും അവതരിപ്പിച്ച തായമ്പക, പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. കുറുമാലിക്കാവ് കുംഭഭരണി മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ എത്തിയവർക്ക് വ്യത്യസ്ത കാഴ്ചയായി ഗജരാജൻ തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ ശില്പം. ക്ഷേത്രത്തിന്റെ ആൽമര ചുവട്ടിലാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ ശില്പത്തിന്റെ പ്രദർശനമൊരുക്കിയത്. പുതുക്കാട് കണ്ണംപുത്തൂർ സ്വദേശി കിഴക്കുമുറി സജീവനാണ് ഈ ഉദ്യമത്തിന്റെ ശില്പി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും സാരഥികളായ രാമേട്ടനെയും കടുക്കനെയും മരത്തടിയിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. മേളവും ഗജവീരന്മാരെയും കാണാനെത്തിയവർക്ക് ഇതൊരു പുതുകാഴ്ചയായിരുന്നു. കുംഭഭരണി മഹോത്സവത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സാന്നിധ്യം കൊമ്പന്റെ ഫാൻസിനും അഭിമാനമായി. കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്ര മൈതാനിയിലെത്തിയവർ കണ്ടും കേട്ടും ആൽമര ചുവട്ടിലേക്ക് എത്തി ഒരു നോക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാൻ. ശില്പി സജീവനെയും കാഴ്ചക്കാർ അഭിനന്ദിച്ചാണ് മടങ്ങിയത്. BJP പുതുക്കാട് മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ സജീവനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, ജിബിൻ പുതുപ്പള്ളി, രാംദാസ് നെല്ലായി, രജത് നാരായണൻ എന്നിവരും സന്നിഹിതരായിരുന്നു. കുറുമാലിക്കാവ് കുംഭഭരണി മഹോത്സവത്തിൽ എത്തിച്ചേർന്ന ജനങ്ങളുടെ ദാഹമകറ്റാൻ സംഭാര വിതരണം നടത്തി സേവാഭാരതി. പത്മശ്രീ പെരുവനൻ കുട്ടന്മാരാർ സംഭാര വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് സംഘം വിഭാഗ് സമ്പർക്ക പ്രമുഖ് KR ദേവദാസ്, BR അജിത് എന്നിവർ പ്രസംഗിച്ചു. AK ശിവദാസ്, ശ്രീഷോപ്, ജിനേഷ്, സുജിത്, VK ശശി എന്നിവർ നേതൃത്വം നൽകി. ചിറ്റിശ്ശേരി ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ അഭിഷേകം, മലർ നിവേദ്യം, ചാന്താട്ടം തുടങ്ങിയ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. പാണ്ടിമേള അകമ്പടിയിൽ കാഴ്ചശിവേലി നടത്തി. പല്ലാവൂർ ശ്രീധരൻ മാരാർ പ്രാമാണികനായ പഞ്ചവാദ്യവും കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ നയിക്കുന്ന പഞ്ചാരിമേളവും ഉണ്ടായിരുന്നു. എഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. നിരവധി ആളുകളാണ് മേളം ആസ്വദിക്കാനും ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കാനും എത്തിയത്. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷങ്ങൾ നടത്തി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ശീവേലി എഴുന്നള്ളിപ്പ്, പൊങ്കാല സമർപ്പണം എന്നിവ നടന്നു.
തന്ത്രി അഴകത്ത് മനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരിപ്പാട് പൊങ്കാല ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗജരാജൻ ചന്ദ്രശേഖരൻ ഭഗവതിയുടെ തിടമ്പേറ്റി പോറാത്ത് മാരാത്ത് ചന്ദ്രശേഖര മാരാർ മേളത്തിന് നേതൃത്വം നൽകി. പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ, അംഗം AV മുരളീധരൻ, കമ്മീഷണർ C അനിൽകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, സെക്രട്ടറി P ബിന്ദു എന്നിവർ സന്നിഹിതരായിരുന്നു. കിടപ്പ് രോഗികളായവർക്ക് പ്രസാദൂട്ട് ഭക്ഷണം വീട്ടിലെത്തിച്ച് നൽകുന്ന പദ്ധതിക്കും ചടങ്ങിൽ തുടക്കമായി. മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സർക്കാരിന്റെ സ്വരാജ് ട്രോഫി മത്സരത്തിൽ ജില്ലയിൽ 2ാം സ്ഥാനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്. സർക്കാർ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുക, സ്ത്രീകളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക, തൊഴിൽ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കുക, അംഗനവാടികളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ബാലസൗഹൃദമാക്കുക, മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുക, സദ്ഭരണം, ജെൻഡർ ജസ്റ്റിസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, വിളർച്ച തടയുന്നതിന് പദ്ധതികൾ നടപ്പിലാക്കുക, യോഗങ്ങൾ കൃത്യമായി നടത്തുക എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായത് പഞ്ചായത്തിന് നേട്ടം കൈവരിക്കാനായത്. ദേശീയ പൊതു തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവം സമീപിക്കണമെന്ന് തൃശൂർ അതിരൂപത സർക്കുലർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ മാസം 25-ന് തൃശൂരിൽ സമുദായ ജാഗ്രതാ സമ്മേളനം ചേരും. സമ്മേളനത്തിന് മുന്നോടിയായി 18-ന് സമുദായ ജാഗ്രതാ ദിനമായി ആചരിക്കാനും ഇടവകൾക്കായി പുറത്തിറക്കിയ സർക്കുലറിൽ നിർദ്ദേശം. സഭ പുറപ്പെടുവിച്ച സർക്കുലറിൽ രാജ്യത്താകമാനം മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും നേരിടുന്ന സാഹചര്യം പറയുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. അതേസമയം കേരള സർക്കാരിനെ വിമർശിക്കുന്നുമുണ്ട്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും പ്രസിദ്ധീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് സർക്കുലറിലെ വിമർശനം. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും കടുത്ത അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ ദേശീയ പൊതു തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവം സമീപിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു. രാജ്യത്തെമ്പാടും ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയും സ്ഥാപനങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും ഇടവകകൾക്കായി അതിരൂപത പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. 25-ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജിലാണ് സമ്മേളനം നടക്കുക. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കൊടകര കോടാലി റോഡിലേക്ക് വൃക്ഷത്തലപ്പുകൾ വളർന്നു നിൽക്കുന്നത് വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന തിരക്കേറിയ റോഡിലെ പല ഭാഗങ്ങളിലും മരക്കൊമ്പുകൾ റോഡിലേക്ക് വളർന്നു നിൽക്കുകയാണ്. 3 മുറി മറ്റത്തൂർ പ്രദേശങ്ങളിലാണ് കൂടുതലായി ഇത്തരത്തിൽ മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. ബസ്, ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങളുടെ ഡ്രൈവർമാരാണ് ഇതുമൂലം കൂടുതൽ വിഷമിക്കുന്നത്. ബസ്സിൽ സൈഡ് സീറ്റുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നവർക്കും മരച്ചില്ലകൾ അപകട ഭീഷണിയായി മാറിയിട്ടുണ്ട്. വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ കാഴ്ച തടസ്സപ്പെടുത്തുന്ന വിധത്തിലും ചിലയിടങ്ങളിൽ മരച്ചില്ലകൾ റോഡിന് മുകളിലേക്ക് തലനീട്ടി നിൽക്കുന്നതായി ഡ്രൈവർമാർ പരാതിപ്പെട്ടു. റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന വൃക്ഷശിഖരങ്ങൾ പൂർണ്ണമായും മഴക്കാലത്തിന് മുമ്പ് മുറിച്ച് നീക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടുള്ളതായി പൊതുപ്രവർത്തകനായ ആൻഡു ചെമ്മിഞ്ചേരി പറഞ്ഞു. മറ്റത്തൂര് മുതൽ 3 മുറി വില്ലേജ് ഓഫീസ് വരെ പല സ്ഥലങ്ങളിലായിട്ട് മരച്ചില്ലകൾ വളർന്നു നിൽക്കുകയാണ്. ഈ മരച്ചില്ലകൾ വണ്ടിയുടെ ഗ്ലാസ്സുമോ തട്ടുമ്പോൾ ഡ്രൈവർമാർ മറ്റേ സൈഡിലേക്ക് വണ്ടി മാറ്റും. ആ സൈഡിൽ വരുന്ന വണ്ടിക്കാർക്കും യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ്. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ 2ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡ്സ് വിദ്യാലയങ്ങളിലേക്കും മാലിന്യ ശേഖരണത്തിന്റെ ഭാഗമായി കളക്ടേഴ്സ് അറ്റ് സ്കൂൾ പദ്ധതി നടപ്പിലാക്കി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന ചടങ്ങിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പള്ളി നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം നിജി വത്സൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ അനിൽകുമാർ നേതൃത്വം നൽകി. മുരിയാട് AUPS സ്കൂളിൽ നടന്ന ചടങ്ങ് വൈസ് പ്രസിഡന്റ് രതി ഗോപി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക സുബി നേതൃത്വം നൽകി. ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സരിത സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ MS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക NP ബീന, PTA പ്രസിഡന്റ് ഷീബ എന്നിവർ പ്രസംഗിച്ചു. പുല്ലൂർ SNBS LP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് വികസന കാര്യസമിതി ചെയർപേഴ്സൺ KP പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം നികിത അനൂപ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക മിനി നേതൃത്വം നൽകി.
തുവൻകാട് ഊക്കൻ മെമ്മോറിയൽ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം റോസ്മി ജയേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ ജർമിയ നേതൃത്വം നൽകി. എല്ലാ വിദ്യാലയങ്ങളിലും പ്ലാസ്റ്റിക്കും പേപ്പറുകളും വേർതിരിച്ച് ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമായാണ് സ്കൂളുകളിലേക്ക് കളക്ടേഴ്സ് അറ്റ് സ്കൂൾ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. കൂടാതെ ഇടാൻ ഒരു ഇടം എന്ന പേരിൽ പഞ്ചായത്തിന്റെ 20 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ശുചിത്വ സെമിനാറുകൾക്ക് സ്കൂളുകളിൽ തുടക്കം കുറിച്ചു. സ്കൂൾ പാർലമെന്റിൽ ഉയർന്നു വന്ന കുട്ടികളുടെ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു മാലിന്യ ശേഖരണവും ശുചിത്വ സെമിനാറും എന്ന ആശയം. മുരിയാട് ഗ്രാമപഞ്ചായത്ത് 2ാം ദിന പരിപാടിയുടെ ഭാഗമായി വിവിധ വാർഡുകളിൽ ജൈവമാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ബൊക്കാഷി ബക്കറ്റുകളുടെ വിതരണവും ഇടാനൊരിടം ശുചിത്വ സെമിനാറും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം 7ാം വാർഡിൽ നടന്ന ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സരിത സുരേഷ് അധ്യക്ഷയായിരുന്നു. എല്ലാ വീടുകളിലും ഏതെങ്കിലും തരത്തിലുള്ള ജൈവമാലിന്യ സംസ്കരണ രീതികൾ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബൊക്കാഷി ബക്കറ്റുകളും റിംഗ് കമ്പോസ്റ്റും ബയോഗ്യാസ് യൂണിറ്റുകളും വിതരണം ചെയ്യുന്നത്. നിർമ്മാണ തൊഴിലാളി, തയ്യൽ തൊഴിലാളി, കൈത്തൊഴിലാളി കൊടകര മണ്ഡലം INTUC യോഗം കോടാലിയിൽ സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മിനി ദാസൻ ഉദ്ഘാടനം ചെയ്തു. ബിനുജി നായർ അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ തൊഴിലാളി, തയ്യൽ തൊഴിലാളി, കൈത്തൊഴിലാളി ആനുകൂല്യം കാലതാമസം കൂടാതെ വിതരണം ചെയ്യണമെന്നും ക്ഷേമനിധി ബോർഡുകളോട് ആവശ്യപ്പെട്ടു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച വൈകുന്നേരം 4-ന് നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും. KK രാമചന്ദ്രൻ MLA ഫലകം അനാച്ഛാദനം നിർവഹിക്കും. TN പ്രതാപൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5690 രൂപയും പവന് 45,520 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പുതുക്കാട് മണ്ഡലത്തിന് സ്വപ്ന സാക്ഷാത്കാരം. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും. കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും ചിറ്റിശ്ശേരി ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലും നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലും കുംഭഭരണി മഹോത്സവങ്ങൾ ആഘോഷിച്ചു. മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സർക്കാരിന്റെ സ്വരാജ് ട്രോഫി മത്സരത്തിൽ ജില്ലയിൽ 2ാം സ്ഥാനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്. തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവം സമീപിക്കണമെന്ന് തൃശൂർ അതിരൂപത സർക്കുലർ. 18-ന് സമുദായ ജാഗ്രതാ ദിനമായി ആചരിക്കാനും ഇടവകകൾക്കായി പുറത്തിറക്കിയ സർക്കുലറിൽ. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കൊടകര കോടാലി റോഡിലേക്ക് വൃക്ഷത്തലപ്പുകൾ വളർന്നു നിൽക്കുന്നത് വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. ഇതോടെ ഇന്നത്തെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.